ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ചിപ്സിന്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. പൊട്ടറ്റോ ചിപ്സ് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒക്കെ തന്നെ നമ്മുടെ ഈ ഒരു ചിപ്സ് ഉണ്ടാക്കുമ്പോഴും നമുക്ക് കിട്ടും. ഒരുപാട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അതെനിക്ക് 100% ഉറപ്പാണ്. ഇവിടെ എന്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഒരു ചിപ്സാണ് നമ്മുടെ ഈ ഒരു ചേമ്പ് വെച്ചിട്ടുള്ളൊരു ചിപ്സ്. അപ്പം ചേമ്പ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ. ചേമ്പല്ലാണ്ട് പുഴുങ്ങി കൊടുത്താലൊന്നും കുട്ടികൾ കഴിക്കത്തില്ല. അപ്പൊ നിങ്ങൾ ഇതുപോലെ ചിപ്സ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമാകും കേട്ടോ. നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈ ഒരു ചിപ്സ് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടില്ല എന്ന് തന്നെ ഫീഡ്ബാക്ക് ഇടാം. ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. വേറൊന്നുമല്ല, ചേമ്പ്. ഇവനെ ചെറുതായിട്ടൊന്നും നമ്മൾ കാണണ്ട. ഈ ഒരു ചിപ്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ ആള് ചെറുതല്ല എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഞാനത് ഒരു തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് വെള്ളത്തിനകത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സാധാ വെള്ളം, ഐസ് വെള്ളമൊന്നുമല്ല, നമ്മുടെ സാധാ വെള്ളത്തിനകത്ത് ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചേക്കുക. അപ്പൊ അതിന് ശേഷം എന്താ വേണ്ടേ, ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്കണം. ഒരു പേപ്പർ വെച്ചോ തുണി വെച്ചോ എന്താന്ന് വെച്ചാൽ തുടച്ചെടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ചേമ്പെല്ലാം ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് ചീന്തിയെടുക്കണം. അപ്പൊ എന്താ ഇതുപോലത്തെ പീലറൊക്കെ ഇപ്പൊ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ. അപ്പൊ അതുപോലത്തെ ഒരു പീലർ എടുക്കുക. നിങ്ങൾക്ക് റൗണ്ടിന് വേണോ അല്ലെങ്കിൽ നീളത്തിൽ വേണോ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പൊ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നീളത്തിൽ എടുക്കുന്നുണ്ട്, 2 ഷേപ്പിലും എടുക്കുന്നുണ്ട്. റൗണ്ടിനും എടുക്കുന്നുണ്ട്, നീളത്തിലും എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്ത് അത് ഒരു ഷേപ്പിൽ നിന്ന് ചീന്തി എടുത്താലോ. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചേമ്പ് മൊത്തം ഞാൻ ഇതുപോലെ നൈസായിട്ട് നമ്മളെ പീലർ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിനാണ് ചെയ്തേക്കുന്നത്. ഇതിപ്പം ഒരു റൗണ്ട് ഷേപ്പിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിനകത്തേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ചേമ്പിനകത്തേക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷേ കുറച്ചും കൂടെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതിനകത്ത് ഇങ്ങനെ ഇടാനാട്ടോ. അപ്പം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം ചൂടായി കിടക്കുന്ന എണ്ണ ആയതുകൊണ്ട് നമുക്ക് കൂടെ തന്നെ നമുക്കിതിന്ന് കുറേശ്ശെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇത് ഈ ചേമ്പായതുകൊണ്ട് ഇങ്ങനെ ഒട്ടി കിടക്കും. അത് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ചിപ്സ് സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഇനി അതിട്ട് ഒരു 2-3 മിനിറ്റ് ഇടുമ്പോഴത്തേക്ക് കുറച്ച് സമയം മതി നമ്മുടെ ഈ ചിപ്സ് ആയി കിട്ടാനായിട്ട്. 2-3 മിനിറ്റ് മതിയായിരിക്കും അല്ലേ, പെട്ടെന്നാണ്. കടയിൽ നിന്നൊക്കെ ഭയങ്കര പൊട്ടറ്റോ ചിപ്സിന്റെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഭയങ്കര ടേസ്റ്റാണ്, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പൊ നമ്മുടെ ചിപ്സ് ഇങ്ങനെ ഞാൻ വിളക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു കിലുകില സൗണ്ട് കേൾക്കുന്നല്ലേ. ആ സമയത്ത് വേണം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മതി. ദൈവം നമ്മുടെ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ആ ഒരു കിലുകില ശബ്ദം ഉണ്ടല്ലോ, അതാണ് അതിന്റെ റെഡി ആയെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സൗണ്ട് കേൾക്കാം, നിങ്ങൾക്ക് കേൾക്കാമല്ലോ അതിനകത്ത് അല്ലേ. അപ്പൊ നമുക്കിത് കോരാം. അപ്പൊ നിങ്ങൾ വളരെ എളുപ്പമാണ്, എല്ലാവരുടെ വീട്ടിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ട്രൈ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. കണ്ടോ, അപ്പോഴാണ് നമ്മുടെ ചേമ്പ് ചിപ്സ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളത് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഫ്രൈ ചെയ്ത് കോരി ഒരു കണ്ണാപ്പയിലേക്ക് ഇട്ട ശേഷം ആ ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇതിന്റെ മേലേക്ക് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ ഒന്ന് തപ്പിച്ചെടുക്കാം. ചൂടോടുകൂടി ആണെങ്കിൽ മാത്രമേ അതിനകത്ത് മുളക് പൊടിയൊക്കെ പിടിക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പക്ഷെ എനിക്കൊരു ഇഷ്ടമാണ് അത് ചെറിയൊരു എരിവൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിപ്സ് ഇതുപോലെ ഓരോ ട്രിപ്പ് എടുത്തതിന് ശേഷം ഇതുപോലെ മുളക് പൊടി
ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചേമ്പ് വെച്ചിട്ടുള്ള ചിപ്സ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല നമ്മുടെ ഈ ചേമ്പ് വെച്ചിട്ടുള്ള ഈ ഒരു ചിപ്സും നമ്മുടെ ചായയും കൂടെ ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു റെസിപ്പി കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പം ഞാൻ ഇതൊരെണ്ണം കഴിച്ചു നോക്കിയിട്ട് പറയാം. നമ്മുടെ ഈ ചൂട് ചായയും കൂടെ മക്കളെ ഒന്നും പറയാനില്ല. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കാണാം. അതൊരു കീപ് വാച്ചിങ്. താങ്ക് യു. ലവ് യു ഓൾ.